Measures of central tendency. An average is a significant figure which sums up the characteristics of a group of figures. It conveys general idea of the whole group. It is generally located at the center or middle of the distribution. So, what is a central tendency? സിംപ്ലി സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വാല്യൂസ്, കുറച്ച് നമ്പേഴ്സ് തന്നിട്ട്, സിംപ്ലി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയാം, തന്നിട്ട് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് അതല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അതിൻ്റെ സെൻട്രൽ ടെൻഡൻസി ഏതാണെന്ന് നോക്കുക എന്നുള്ളതാണ്. അതായത് സിംപ്ലി അതിൻ്റെ മിഡിൽ വാല്യൂ, ആ തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ മിഡിൽ വാല്യൂസ് ഏതാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് 3 ക്ലാസ്സുകളുണ്ട്. ആ 3 ക്ലാസ്സുകളിലെ കുട്ടികളുടെയും മാർക്കുകൾ തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ഏത് ക്ലാസ്സാണ് എക്സാമിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. സോ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ 3 ക്ലാസ്സുകളിലെയും മൊത്തം കുട്ടികളുടെ മാർക്ക് എടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സിംപ്ലി ആ 3 ക്ലാസ്സുകളിലെ കുട്ടികളുടെയും മാർക്കിൻ്റെ മിഡിൽ വാല്യൂ, അതായത് വേർ ഇറ്റ് ലൈസ് എന്നുള്ളത് നോക്കിയാൽ മതി. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുക അതിൻ്റെ ആവറേജ് എടുക്കും. ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെയും ഏകദേശം മാർക്ക് എത്രയാണ്, അവരുടെ സ്കോറിംഗ് ലെവൽ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. സേ എ എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് നമുക്ക് 30 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് 35 ആണ്. സി എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് 37 ആണ്. സോ ഈ 3 വാല്യൂസ് മതി നമുക്ക് ഇതിൽ ഏത് ക്ലാസ്സാണ് നന്നായി പെർഫോം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട്. സോ 37 കിട്ടിയത് സി ആണെങ്കിൽ ഒബ്വിയസ്ലി സി ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് ക്ലാസ്സാണ് നന്നായി പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ആവറേജ് എടുത്തു. ദിസ് ഈസ് എ സെൻട്രൽ ടെൻഡൻസി. അതായത് ആ ടോട്ടൽ വാല്യൂസ്, കുട്ടികളുടെ മാർക്സിൻ്റെ ടോട്ടൽ വാല്യൂസ് ഏത് വാല്യൂയിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്ന് നോക്കുന്നു. അതാണ് നമ്മളിവിടെ ചെയ്തത്. സോ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സെൻട്രൽ ടെൻഡൻസീസ് നമുക്ക് ഡാറ്റ അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള സെൻട്രൽ ടെൻഡൻസീസ് അല്ലെങ്കിൽ അവയുടെ മെഷേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിലൊന്നാമത്തെയാണ് ആവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് കൺവേഴ്സ് ജനറൽ ഐഡിയ ഓഫ് ദി ഹോൾ ഗ്രൂപ്പ്. ഇറ്റ് ഈസ് എ ജനറലി ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓർ മിഡിൽ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം ആവറേജ് എന്താണെന്നുള്ളത്. സോ ആവറേജ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ മിഡിൽ വാല്യൂ ആണ്, റൈറ്റ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന വാരിയസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ഏതൊക്കെയാണ്? ഒന്ന് അരിത്തമെറ്റിക് മീൻ. നമുക്കറിയാം എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാണുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പഠിക്കും. ദെൻ മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. മീഡിയൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. കുറച്ച് വാല്യൂസ് എന്നുണ്ടെങ്കിൽ അതിനെ അസെൻഡ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് വാല്യൂ എന്താണെന്നുള്ളതാണ് മീഡിയൻ. മോഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂസാണ് അതിൻ്റെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ the first measure of central tendency is arithmetic mean, AM.
അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. സിംപ്ലി ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ആവറേജ്, ഒരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ദ ഹോൾ ഡാറ്റ ബൈ വൺ ഫിഗർ. ഒരു പർട്ടിക്കുലർ വാല്യൂസ് അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ പർട്ടിക്കുലർ വാല്യൂസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരൊറ്റ ഫിഗർ നമുക്ക് ആ ആവറേജ് മാത്രം കിട്ടിയാൽ മതി. ദെൻ ഇറ്റ് ഈസ് എ സിമ്പിൾ മെഷർ ആൻഡ് വൈഡ്ലി യൂസ്ഡ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻട്രൽ ടെൻഡൻസി മെഷറാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കിട്ടിയ കുറച്ച് മാർക്സ് തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ക്ലാസ് ഏതാണ്. സോ ക്ലാസ് എ ഇവിടെ തന്നിരിക്കുകയാണ്. അതിൽ ഔട്ട് ഓഫ് 50 ആണെന്ന് വിചാരിക്കാം. ഔട്ട് ഓഫ് 50 4 കുട്ടികളുടെ മാർക്ക് തന്നിരിക്കുകയാണ്, 20, 30, 40 and 50. ദെൻ ക്ലാസ് ബിയിൽ ഇതുപോലെ again 4 കുട്ടികളുടെ മാർക്ക് 10, 15, 25 and 45. എന്നിട്ട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് ഏത് ക്ലാസ്സാണ് ആ എക്സാമിൽ എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ വാല്യൂസും എടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കണമെന്നില്ല. സിമ്പിളായിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് കണ്ടാൽ മതി. ക്ലാസ് എയുടെ ആവറേജ് കാണാം അല്ലെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുന്നത്? ക്ലാസ് എയിലെ തന്നിട്ടുള്ള മാർക്ക് എല്ലാം കൂടി ആഡ് ചെയ്യുക. 20, 30, 40 and 50 ഡിവൈഡഡ് ബൈ 4 വാല്യൂസാണ്. സോ ഡിവൈഡ് ബൈ 4. സോ 140/4 നമുക്ക് കിട്ടുന്നത് 35 ആണ്. റൈറ്റ്, 140/4 is 35. ഇനി രണ്ടാമത്തെ ക്ലാസ്, അതായത് ക്ലാസ് ബി. എങ്കിൽ ക്ലാസ് ബി തന്നിരിക്കുകയാണ്. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണുകയാണ്. സോ 10 + 15 + 25 + 45 ഡിവൈഡ് ബൈ again 4 വാല്യൂസ് ആണ്, 4. സോ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 10 + 15 + 25 + 45 is 95, right? So 95 divided by 4, 23 point something, 23.75 കിട്ടും. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ഏത് ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് എയുടെ ആവറേജ് 35 ആണ്, ക്ലാസ് ബിയുടെ ആവറേജ് 23.75 ആണ്. സോ ക്ലാസ് എ ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. സോ ഇവിടെ നമ്മൾ ക്ലാസ് എയിലെ 4 മാർക്കുകളും കൂടി ആവറേജ് എടുത്തിട്ട് ഒറ്റ ഫിഗറിൽ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ലാസ് ബിയും, എന്നിട്ട് അത് കമ്പയർ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ്. നേരത്തെ പറഞ്ഞതിൻ്റെ റിപ്പീറ്റേഷനാണ്. നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീൻ എങ്ങനെ കാണും? സോ സിംബോളിക്കലി ഇഫ് x1, x2, x3, etc. xn are n individual values, then its arithmetic mean will be x1 plus x2 plus etc. plus xn divided by n. That is sigma x by n. ഈ സിഗ്മ എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള എല്ലാ എക്സ് വാല്യൂസിൻ്റെയും സമ്മാണ്. സോ അതിനെയാണ് നമ്മൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് എത്ര വാല്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഫോർമുല. ഫോർമുല അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, തന്നിട്ട് വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്രയാണോ നമ്പർ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കുറച്ച് വാല്യൂസ് തന്നിരിക്കുകയാണ്. 10, 90, 85, 103,
11, 29, 84, 15, 35 and 80. ഇനി ഇതിൻ്റെ അരിത്തമെറ്റിക് മെയിൻ കാണാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സോ അരിത്തമെറ്റിക് മീൻ കാണാനായിട്ട് സം എടുക്കുക ഡിവൈഡ് ബൈ എത്ര വാല്യൂസ് ആണുള്ളത് അതിൻ്റെ എണ്ണം. സോ 10 പ്ലസ് 90 പ്ലസ് 85 പ്ലസ് 103 പ്ലസ് 11 പ്ലസ് 29 പ്ലസ് 84 പ്ലസ് 15 പ്ലസ് 35 പ്ലസ് 80 ഡിവൈഡ് ബൈ എത്ര നമ്പർ ഉണ്ട്? 10 വാല്യൂസ് ആണ്. സോ 542 by 10 which is 54.2. Right. Mean in the case of discrete frequency distribution. കുറച്ച് വാല്യൂസും അതിൻ്റെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മീൻ കാണാം എന്നാണ് പറയുന്നത്. When the data are in discrete frequency distribution form, let x1, x2, etc. xn be the values of the variable with corresponding frequencies f1, f2, etc. fn respectively. Then the arithmetic mean x bar. നമ്മൾ അരിത്തമെറ്റിക് മീൻ സാധാരണ സിംബോളിക്കലി എക്സ് ബാർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ x1, x2, etc. xn എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് നമ്മൾ f1, f2, etc. fn എന്നും എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഈക്വൽ ടു x1 f1 പ്ലസ് x2 f2 പ്ലസ് എക്സെട്ര xn fn ഡിവൈഡഡ് ബൈ f1 പ്ലസ് f2 പ്ലസ് എക്സെട്ര fn. ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് അതിനെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോ വാല്യൂസിനെയും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കുക ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസീസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം വാല്യൂസും ഫ്രീക്വൻസീസും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കുമ്പം അതിനെയാണ് നമ്മൾ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് സമ്മാണ് കാണിക്കുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ ക്യാപിറ്റൽ എൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ എൻ യൂസ് ചെയ്യാനുള്ള കാരണം ഫ്രീക്വൻസീസിൻ്റെ സമ്മാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ, വേർ എൻ ഈക്വൽ ടു സിഗ്മ എഫ്. എൻ എന്ന് പറയുന്നത് എല്ലാ ഫ്രീക്വൻസീസിൻ്റെയും കൂടി സമ്മാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. മീൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും. ഓക്കെ, വാല്യൂസ് 5, 15, 25, 35, 45, 55, 65, 75 ഇങ്ങനെയാണ് പോകുന്നത്. ഫ്രീക്വൻസീസ് 15, 20, 25, 24, 12, 31, 71, 52. ഓക്കെ, ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ 5യുടെ ഫ്രീക്വൻസി 15 ആണ്. അങ്ങനെ പറയുമ്പോൾ 5 എന്ന വാല്യൂ ഒരു പക്ഷേ 15 തവണ ആവർത്തിക്കുന്നുണ്ടായിരിക്കാം. അതാണ് ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മീൻ കാണാനുള്ള ഇക്വേഷൻ അറിയാം. സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. സോ എഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ കൂടി വരയ്ക്കാം. ഇനി കറസ്പോണ്ടിങ് വാല്യൂസ് കാണാം. എഫ് ഇൻറ്റു എക്സ്, ഫ്രീക്വൻസി ഇൻറ്റു വാല്യൂ. 5 into 15, 75, 15 into 20, 300, 25 into 35, 25, 625, 35 into 24, 840, then 45 into 12, 540, 55 into 31, 1705, then 65 into 71, 4615, 75 into 52, which is 3900. സോ നമുക്ക് എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് എഫ് എക്സ് വാല്യൂ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ക്യാപിറ്റൽ എൻ, അതായത് ടോട്ടൽ ഫ്രീക്വൻസി എത്രയാണെന്നാണ് കിട്ടുന്നത്. ക്യാപിറ്റൽ എൻ കാണാനായിട്ട് ഫ്രീക്വൻസി എല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 250 ആണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ എഫ് എക്സ് ബൈ എൻ, സിഗ്മ എഫ് എക്സിൻ്റെ എല്ലാ വാല്യൂസും കൂടി കൂട്ടിയപ്പം 12,600 കിട്ടിയത്. 12,600 by 250, 50.4. Next, mean in continuous frequency distribution. In the case of continuous frequency distribution, we can take the mid value of the classes as x and can apply same formula sigma fx by n. നേരത്തെ പഠിച്ചതിൻ്റെ ഒരു ചെറിയ വേരിയേഷനാണ്. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ആണ് പ്രോബ്ലം തരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മീൻ കാണുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് മീൻസ് ഒരു ക്ലാസ് ഇൻ്റർവെൽസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ 0 to 10, 10 to 20, 20 to 30 അങ്ങനെ ആയിരിക്കും. സോ അങ്ങനെ വരുമ്പം എങ്ങനെയാണ് മീൻ കാണുക എന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ് ഇൻ്റർവെൽസ് തരുമ്പോൾ സിംപ്ലി അതിൻ്റെ മിഡ് വാല്യൂസ് എടുക്കാം. എക്സ് വാല്യൂ ആയിട്ട് ആ ക്ലാസ് ഇൻ്റർവെലിൻ്റെ മിഡ് വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇപ്പം 10 to 20 ആണ് ക്ലാസ് ഇൻ്റർവെൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ 10 + 20/2, ദാറ്റ് ഈസ് 30/2, 50, റൈറ്റ്. ബാക്കി എല്ലാം സെയിം തന്നെ, നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള സെയിം ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം. സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. ഓക്കെ, ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഡാറ്റ എന്ന് പറയുന്നത് ഏജ് ആണ്. ഏജ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നിട്ടുള്ളത്. അതുപോലെ നമ്പർ ഓഫ് പേഴ്സൺസ് ഡൈയിങ് തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഏജ് ക്ലാസ് ഇൻ്റർവെൽസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. ആൻഡ് ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ ആ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ എത്ര പേര്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏജ് ഇൻ്റർവെല്ലിൽ എത്ര പേര് മരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മളത് ഫ്രീക്വൻസി ആയിട്ട് എടുക്കണം. ഓക്കെ, ഇപ്പം 15, 30, 53, 75, 100, 110, 115 ആൻഡ് 125 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ കോളം നമ്മൾ ഏജ് എന്നെടുക്കുന്നു. രണ്ടാമത്തെ കോളം ഫ്രീക്വൻസി. ദെൻ നേരത്തെ പറഞ്ഞു നമ്മൾക്കിവിടെ ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ മിഡ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് എഫ് എക്സ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഏജ് ആദ്യത്തെ ഇൻ്റർവെൽ 0 to 10 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 15 ആണ്. ദെൻ 10 to 20, 30, 20 to 30, 53, 30 to 40, 75, then 40 to 50, 100, then 50 to 60, 110, then 60 to 70, 115, then 70 to 80, 125, റൈറ്റ്. സോ അപ്പോൾ നമ്മൾ ഏജും കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും എഴുതിയിട്ടുണ്ട്. സോ നമുക്കിവിടെ എക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നിട്ടുള്ളത്. സോ നമ്മളത് എക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിഡ് വാല്യൂ ആണ് കാണേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പം 0 to 10 ആണെങ്കിൽ 0 + 10/2, ദാറ്റ് ഈസ് 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അഗൈൻ 10 to 20, 10 to 20യുടെ മിഡ് വാല്യൂ എടുക്കുക. 10 + 20/2 വിച്ച് ഈസ് 15, റൈറ്റ്. അങ്ങനെ 20 to 30 അപ് ടു 70 to 80 വരെ കാണാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 25, 35, 45, then 55, 65, then 75 ഇങ്ങനെ കിട്ടും. സോ നമുക്കിവിടെ എക്സും കിട്ടിയിട്ടുണ്ട്, ഫ്രീക്വൻസിയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല അറിയാം. സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. എഫ് ഇൻറ്റു എക്സ് കാണാം. 15 into 5, 75, 13 into 50, 15, 450, right. 53 into 25, 1325, then 75 into 35, 2625, 100 into 45,
4500, then 6050, 7475, then 9375. സോ ഇത്രയും വാല്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. എഫ് എക്സ് വാല്യൂസ് അറിയാം, അതിൻ്റെ സം എന്ന് പറയുന്നത് 31875. ഓക്കെ, ഇനി ടോട്ടൽ ഫ്രീക്വൻസിയുടെ സം എന്ന് പറയുന്നത് 623 ആണ്. ഇനി ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സോ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 31875 ആണ്, ഡിവൈഡഡ് ബൈ എൻ വാല്യൂ ക്യാപിറ്റൽ എൻ വിച്ച് ഇസ് 623 ആണ്. സോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്ന് പറയുന്നത് 51.16 ആണ്. ഓക്കെ.